ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം ജൂൺ 7 മുതൽ 14 വരെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു ഭാഗവത സപ്താഹത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു. ഭാഗവത പ്രവചനത്തിലകം ശ്രീമാൻ KSV അയ്യർ സാറിൻ്റെ സപ്താഹവേദിയിൽ പങ്കുകൊള്ളാനും ആ വേദിയിൽ കുറച്ച് കീർത്തനങ്ങൾ ആലപിക്കാനും എനിക്ക് സാധിച്ചു. അതെൻ്റെ പരമഭാഗ്യമായി കരുതുന്നു. അതിന് വഴിയൊരുക്കിയ ഭഗവാനോടും അയ്യർ സാറിനോടും കോടിക്കോടി പ്രണാമം അർപ്പിക്കുന്നു. ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ ഉടുപ്പിയിലെ മഠങ്ങളും അമ്പലവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരണമാണ് ഇന്ന് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. കർണാടകയിലെ ഉടുപ്പിയിലുള്ള ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ മഠം. ഒരു ആശ്രമാന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ക്ഷേത്രം സമീപത്തായി ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രവും നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ പ്രധാന നിർമ്മിതികളെല്ലാം കരിങ്കല്ലിലാണ്. എങ്കിലും ഇപ്പോഴത്തെ നവീകരണ പ്രവർത്തനങ്ങളിൽ കോൺക്രീറ്റ് നിർമ്മിതികളുമുണ്ട്. ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള വിശാലമായ കുളവും അതിലെ ശില്പങ്ങളും ശ്രദ്ധേയമാണ്. 13-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മാധവാചാര്യ ആണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത്. വൈഷ്ണവ മതസന്യാസിയായിരുന്ന അദ്ദേഹം ദ്വൈത വേദാന്ത ഗുരുകുല സ്ഥാപകനും കൂടിയായിരുന്നു. ഗോപീചന്ദത്തിൽ ഉടുപ്പി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് മാധവാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം രചിച്ച തന്ത്രസാര സംഗ്രഹത്തിൽ വിഗ്രഹം പശ്ചിമ അഭിമുഖമായി പ്രതിഷ്ഠിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് അഷ്ടമങ്ങളിലെയും പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായി തന്നെയാണ്. കിഴക്ക് ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനമെങ്കിലും കൃഷ്ണ ദർശനത്തിന് തെക്ക് ഭാഗത്തുള്ള നവഗ്രഹദ്വാരവും ഖനകനദ്വാരവും ഉണ്ട്. ഇത് ഉടുപ്പി ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സമുച്ചയമാണ് ഗീതാ മന്ദിർ. ഭാഗവത പാരായണം, ഭഗവത്ഗീത പ്രവചനം, ഭജൻസ് നടക്കുന്ന ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ മഠങ്ങളെപ്പറ്റി ഒരു അവലോകനം ചെയ്യാം. 8 മഠങ്ങളുണ്ട്. പേജാവർ മഠം, പുതികെ മഠം, വലിമുരു മഠം, അടമരു മഠം, സോദയ മഠം, കണിയൂർ മഠം, ഷിരൂർ മഠം, കൃഷ്ണപുര മഠം എന്നിവയാണ് ഈ 8 മഠങ്ങൾ. ഇത് മഹാദേവൻ്റെ നിറസാന്നിധ്യമുള്ള ഒരു അമ്പലമാണ്. വളരെയധികം പുരാതനമായൊരു അമ്പലമാണിത്. അതുപോലെ ഓരോ 2 വർഷം കൂടുമ്പോഴും നടക്കുന്ന പര്യായ ആഘോഷത്തിൽ ക്ഷേത്രഭരണം അടുത്ത മഠം അധികാരികൾ ഏൽക്കുന്നു. മകരസംക്രാന്തി, രഥസപ്തമി, മാധവനവമി, ഹനുമാൻ ജയന്തി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, നവരാത്രി മഹോത്സവം, ദസറ, നരക ചതുർദശി, ദീപാവലി, ഗീതാ ജയന്തി എന്നിവ പ്രധാന ആഘോഷങ്ങളാണ്. ക്ഷേത്രമുറ്റത്തെ ബ്രഹ്മരഥവും രഥോത്സവവും പ്രസിദ്ധമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭണ്ഡാർക്കേരി മഠത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസാണ്. ഇവിടെയാണ് അയ്യർ സാറിൻ്റെ ഭാഗവത സപ്താഹം
വേദി ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കനകനദ്വാരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കനകദാസനുമായുള്ള ബന്ധം. വ്യാസതീർത്ഥരുടെ ശിഷ്യനും സംഗീതജ്ഞനുമായ കനകദാസനും ഉടുപ്പി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ജാതീയ വേർതിരിവ് പ്രബലമായിരുന്ന കാലത്ത് ഉടുപ്പിയിലെത്തിയ കനകദാസന് ക്ഷേത്രത്തിനകത്ത് കടക്കുന്നതിനോ വിഗ്രഹദർശനം നടത്തുന്നതിനോ സാധിച്ചില്ല. ക്ഷേത്രപ്രവേശനത്തിന് വ്യാസരാജസ്വാമികൾ നിർദ്ദേശിച്ചിട്ട് പോലും ബ്രാഹ്മണ പുരോഹിതർ താഴ്ന്ന ജാതിക്കാരനായ കനകദാസനെ തടഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണഭജന നടത്തിയും കീർത്തനങ്ങൾ രചിച്ചും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കനകദാസൻ ദീർഘകാലം കഴിഞ്ഞുവെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണ നീ ബേഗനേ ബാരോ, ഈ കീർത്തനം എനിക്കും പാടാൻ കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തിസാന്ദ്രമായ കീർത്തനത്തിൽ ആകൃഷ്ടമായി കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായിരുന്ന ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞുവെന്നും ആ ഭാഗത്തെ ക്ഷേത്ര ഭിത്തി തകർന്ന് ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതിലൂടെ കനകദാസന് ദേവദർശനം ലഭിച്ചുവെന്നാണ് അറിയപ്പെടുന്നത്. ഈ വാതിലാണ് ഇപ്പോൾ കനകദ്വാരം, കനകനക്കിണ്ടി എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഭഗവാനെ എല്ലാ ദിവസവും വൈകിട്ട് 6:30-7 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആനയിച്ച് ഭഗവാന്റെ തിരുസ്വരൂപം ചെറിയൊരു രഥത്തിൽ പ്രതിഷ്ഠിച്ച് അതിനെ പൂജിച്ച് ദീപങ്ങളാൽ അലങ്കരിപ്പിക്കപ്പെട്ട ഒരു ചെറിയൊരു രഥമുണ്ട്. ആ രഥത്തിലൂടെ അവിടെ മുഴുവൻ ചുറ്റി വരും. അങ്ങനത്തെ ഒരു ശിവേലിയുടെ ദൃശ്യമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വളരെ രസകരമായിരുന്നു. വാദ്യാഘോഷങ്ങളോടുകൂടി ഭഗവാനെ ആനയിക്കുന്നതും അതിനോടനുബന്ധിച്ചുള്ള ചില ചിട്ടവട്ടങ്ങൾ ഞാൻ പറയുന്നുണ്ട്.
ദ്വാരപാലന്മാരാണ്. വളരെയധികം 10-11 അടി ഹൈറ്റുള്ള ദ്വാരപാലന്മാരുടെ രൂപത്തിൽ അതിനുള്ളിൽ ആൾക്കാരുണ്ട്. അവർ നടന്നാണത് ദ്വാരപാലന്മാരുടെ ആ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. പല സംസ്കാരങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദു പാരമ്പര്യങ്ങളിൽ പൂജയ്ക്കിടെ തുണി കത്തിക്കുന്ന പ്രവൃത്തിക്ക് ഒരു മതപരമായ ആചാരമാണ്. ആഴത്തിലുള്ള പ്രാധാന്യവുമുണ്ട്. ഈ ആചാരം പലപ്പോഴും ശുദ്ധീകരണത്തിൻ്റെയും ഭൗതിക സ്വത്തുക്കൾ ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെയും ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് പറയപ്പെടുന്നു.